ഇന്നലെ രാത്രി തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട്ടെ യാത്ര തിരിച്ച് ചെങ്ങന്നൂരിൽ പെരുവഴിയിലായ യാത്രക്കാരാണ് നമുക്കൊപ്പമുള്ളത്. ഇന്ന് രാവിലെ 7 മണിക്ക് കോഴിക്കോട് എത്തേണ്ടുന്ന ബസ് എത്തുന്നത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് 12:45 പലരും പല പരിപാടികൾ പങ്കെടുക്കേണ്ടവർ. എന്താണ് സംഭവിച്ചത്? നമ്മൾ അറിയുന്ന രാത്രി ഒരു 2 മണിക്കാണ് അറിയുന്നത്. വണ്ടി നിർത്തിയിട്ടേക്കെന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് വണ്ടിയുടെ ക്ലച്ച് പോയതാണ്. വണ്ടി എനിക്ക് തോന്നുന്നു ഒരു 12 മണിയായപ്പോൾ തന്നെ വണ്ടി ഒതുക്കിയിട്ടതാണ്. പക്ഷേ അവർ നമ്മളോട് ആരും പറഞ്ഞില്ല. പിന്നെ അവർ ഓഫീസിൽ വിളിക്കുമ്പോൾ പറയാമെന്നേ പറയുന്നുള്ളൂ. പിന്നെ അവസാനം നമ്മൾ പോലീസിനെ അറിയിച്ചു. അങ്ങനെ SI വന്നു, ചെങ്ങന്നൂരിൽ നിന്ന് SI വന്നിട്ട് SI ആണ് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മളെ ഒരു 4:30 ആയപ്പോൾ ഞങ്ങളെ അവിടുന്ന് കയറ്റി വിട്ടത്. ബസ് കേടായ സമയത്ത് നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഉറങ്ങിപ്പോയിരുന്നോ? ഞങ്ങളെല്ലാവരും ഉറക്കമല്ലേ, ഇത് സ്ലീപ്പറല്ലേ, സ്ലീപ്പറും സെമി സ്ലീപ്പറും കൂടായിരുന്നു. ഞാനെടുത്തത് സെമി സ്ലീപ്പറാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഉറക്കമാണല്ലോ. നമ്മൾ കയറി 10 മണിക്ക് കയറുന്ന വണ്ടിയല്ലേ, അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഇത് കുറേ കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ 3 മണി 4 മണിയായി പോകാൻ ആരും അറിയത്തില്ലായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു ബസ്സിൽ? ഫുള്ളായിരുന്നു. അതിൽ 6 പേരെങ്ങാണ്ട് ഇനിയും കയറാനുണ്ടായിരുന്നു, അവരെ കയറിയിട്ടില്ല. ബാക്കി അല്ലാതെ ഫുൾ സീറ്റ് ആയിരുന്നു തോന്നുന്നു. കോഴിക്കോട് എന്താ ആവശ്യത്തിനാണ് വരുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നത്, എൻ്റെ വൈഫ് ഇവിടെയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി വരുന്നത്. ആഴ്ച വരാറുണ്ട്? എല്ലാ ആഴ്ച ഞാൻ ഈ സ്ഥിരം യാത്ര ചെയ്യുന്ന വണ്ടിയത്, ആദ്യത്തെ അനുഭവം. ചേട്ടൻ എന്തിനാണ് കോഴിക്കോടേക്ക് വന്നത്? ഞങ്ങൾ മോളുടെ കൂട്ടുകാരിയുടെ അപ്പൂപ്പൻ മരിച്ച് അറിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കാണാനുമായിട്ട് എത്തിയതാണ്. 9 മണിക്ക് ഫറൂഖിൽ ആണ് ശവസംസ്കാരം ആയിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 7 മണിക്ക് ഇവിടെ എത്തിയാൽ ആ ശവസംസ്കാരത്തിൽ പങ്കെടുത്തിട്ട് ഇന്ന് തിരിച്ചു പോകാമെന്നുള്ള കണക്കൂട്ടലിലാണ് വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതായത് 12 മണി കഴിഞ്ഞപ്പോൾ ചെങ്ങന്നൂരെത്തിയ ബസ് ഞങ്ങൾ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ വണ്ടി സഞ്ചരിക്കുന്നു എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഉറങ്ങുന്നു. 3 മണിയായപ്പോഴാണ് ഈ വിവരം അറിയുന്നത്. ബസ് ചെങ്ങന്നൂർ തന്നെ കിടക്കുകയാണ്, അത് എന്തോ കംപ്ലൈൻ്റ് ആണ്. എന്നാൽ നേരത്തെ ഞങ്ങളോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ പോലീസുമായിട്ട് ബന്ധപ്പെടുമായിരുന്നു. പിന്നെ ഞങ്ങൾ 3 മണി കഴിഞ്ഞിട്ട് ആ ചെങ്ങന്നൂർ SIയുമായി പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ വന്നിട്ടാണ് പകരം ബസ് അറേഞ്ച് ചെയ്യുന്നത്. ബസ് ജീവനക്കാർ അപ്പോഴും ബസ് അറേഞ്ച് ചെയ്തില്ല? അപ്പോഴും അറേഞ്ച് ചെയ്തിട്ടില്ല. ചോദിച്ചില്ല എന്തുകൊണ്ടാണ്? ചോദിച്ചപ്പോൾ അവർ മുകളിലോട്ട് വിളിച്ചപ്പോൾ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന മറുപടിയാണ് അവർ പറയുന്നത്, ഡ്രൈവർ പറയുന്നത്. അവരുടെ തന്നെ ബസ് ഓപ്പറേറ്ററെ വിളിച്ചിട്ട് അവർ അറ്റൻഡ് ചെയ്യുന്നില്ല. A1 ട്രാവൽസ് ആയിരുന്നു അല്ലേ? A1 ട്രാവൽസ്. 7 മണിക്കാണ് ഇവിടെ ലാസ്റ്റ് സ്റ്റോപ്പ്. 7 മണിക്ക് ഇവിടെ എത്തേണ്ടതാണ്. യാത്രക്കാർ ക്ഷോഭിക്കുക മറ്റോ ചെയ്തോ ബസ് ജീവനക്കാരോട്? അങ്ങനെ ഈ ബസ് ജീവനക്കാരോട് അത്രയ്ക്കൊന്നും ക്ഷോഭിച്ചില്ല. അഥവാ ക്ഷോഭിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ മരണത്തിന് വന്നതാണ്, നിങ്ങൾ കാണിച്ചത് വളരെ മോശമായിപ്പോയി, നിങ്ങൾ ഞങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും കൂടെ ഇടപെട്ട് ബസ് ഓപ്പറേറ്ററുമായിട്ട് ബന്ധപ്പെടുകയോ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടുകയോ ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഡ്രൈവറുടെ ഭാഗത്തു നിന്നും ആ വീഴ്ച ഉണ്ടായി. അപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? തണുത്ത പ്രതികരണം. ഒന്നും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു പ്രാപ്തിയില്ല എന്നാണ് എനിക്ക് തോന്നിയത്. നേരത്തെ ഈ ട്രാവൽസിൻ്റെ ബസ്സുകളിൽ യാത്ര ചെയ്തിരുന്നോ? ഞാൻ ഒരു 2018 യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്കോടായിരുന്നു എനിക്ക് ജോലി. 2 വർഷം ഇവിടെ സിവിൽ സ്റ്റേഷനിലായിരുന്നു ജോലി. എന്നിട്ട് ഇവിടുന്ന് മിക്കവാറും ഒക്കെ ഈ A1 ട്രാവൽസിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അന്നൊന്നും പ്രശ്നങ്ങളുണ്ടായിട്ടില്ല. ചേച്ചി യാത്ര വല്ലാതെ ബുദ്ധിമുട്ടിച്ചോ? വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. ഞങ്ങളുടെ പർപ്പസ് തന്നെ നടന്നില്ല. രാത്രി 9:30 കയറിയതാണ് ബസ്സിൽ. ഇത്രയും സമയം വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പകരം തന്ന ബസ്സാണെങ്കിൽ AC പോലും ഇല്ല. കേടായിരുന്നു പോലും ഇല്ല. ഇപ്പോൾ പകരം സെമി സ്ലീപ്പർ പോലും അല്ല, ഒന്നുമല്ലാത്ത വളരെ ബുദ്ധിമുട്ടിയാണ് എത്തിയത്. 3 പേരുണ്ടായിരുന്നു. ബുദ്ധിമുട്ടായി. അത്യാവശ്യം ആയതുകൊണ്ടാണ് ബസ് ബുക്ക് ചെയ്ത് വന്നത്. അപ്പോൾ ഫ്യൂണറൽ മിസ്സായി. ബസ് അവിടുന്ന് എടുക്കുമ്പോൾ തന്നെ കേടായിരുന്നു, ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഉണ്ടെന്ന് പറയുന്നു. ഞാൻ കയറിയത് പോത്തങ്കോട് നിന്നായതുകൊണ്ട് എനിക്ക് അത് അറിയത്തില്ല. പക്ഷേ ഇതിന് മുമ്പ് ഇറങ്ങിയ യാത്രക്കാരെല്ലാം പറയുന്നുണ്ട് വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു, ഓഫ് ആകുന്നുണ്ടെന്ന് പറയുന്നത്. എങ്ങനെയാണ് ചെങ്ങന്നൂരിൽ നിന്ന് ബസ് മാറ്റി വിടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്? ഇവർ ഈ പോലീസ് ഇടപെട്ടുകൊണ്ട്, അവിടുത്തെ SI ഇടപെട്ടുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സമയത്തെങ്കിലും ഇവിടെ എത്താൻ പറ്റിയത്. അല്ലെങ്കിൽ നമ്മൾ അവിടെ കിടന്നു പോകത്തില്ല. എന്ന് പറഞ്ഞാൽ പിന്നെ ഇതല്ലല്ലോ, ഹൈവേ അല്ലല്ലോ, പിന്നെ MC റോഡല്ലേ, അപ്പം വണ്ടികളും കുറവല്ലേ, പെരുവഴിയിലായി. പിന്നെ എപ്പോഴേ വരേണ്ട സമയമല്ലേ. രാവിലെ തന്നെ ഇവിടെ കറക്റ്റ് പറഞ്ഞാൽ 6:30 ആകുമ്പോൾ ഇവിടെ എത്തിയ വീട്ടിൽ അരമണിക്കൂർ കൊണ്ട് ചെല്ലും. ഭക്ഷണം കഴിച്ചോ? ഞങ്ങൾ അതൊക്കെ കറക്റ്റായിരുന്നു. ഭക്ഷണമൊക്കെ കഴിക്കാനായി ഈ ബസ്സുകാർ കറക്റ്റായിട്ട് നിർത്തി. പിന്നെ പുതിയ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇത് വണ്ടിയൊന്നുമല്ല, സാധാ കല്യാണത്തിനൊക്കെ പോകുന്ന സാധാ ഒരു വണ്ടിയായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്.
ടിക്കറ്റ് ഫെയർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇനിയാണ് നമുക്ക് സംസാരിക്കേണ്ടത്. ടിക്കറ്റ് ഫെയർ ഒന്നും തന്നിട്ടില്ല. ഇനിയിപ്പം തിരിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ KSRTCയുടെ റേറ്റ് ഉള്ള ഒരു വണ്ടിയല്ല നമ്മൾ തന്നെ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിന് കൂടി പോയാൽ 500 അല്ലെങ്കിൽ 550 രൂപയുടെ റേഞ്ചേ ഉള്ളൂ. ബാക്കി പൈസ അവർ റീഫണ്ട് ചെയ്യണം, ചെയ്ത് തരണം. എത്രയായിരുന്നു ടിക്കറ്റ്? എൻ്റെ 900 സംതിങ് രൂപ ഓൺലൈൻ ചെയ്തപ്പോൾ. ഓൺലൈനിൽ കാണിക്കുന്നത് 900, അതിൻ്റെ സർവീസ് ചാർജ് ഉൾപ്പെടെ 900 സംതിങ് രൂപ. സ്ലീപ്പറിന് അതിനേക്കാളും റേറ്റ് ഉണ്ട്. 1400ക്കും 1300 ചെയ്തവരുണ്ട്. ഒരു ഓർഡിനറി ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം നമ്മൾ സാധാ കണ്ടില്ലേ, നിങ്ങൾ തന്നെ കണ്ടല്ലോ എല്ലാവരും സാധാ ഒരു ബസ്സിൽ. എന്താ പറയണം? ഞങ്ങൾക്ക് 3 പേർക്ക് 3468 രൂപയായി സ്ലീപ്പറാണ്. പക്ഷേ വേറെ ആൾക്കാർ പറയുന്നു 3 പേർക്ക് 4500 വാങ്ങിയെന്ന്. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടാണ് അവർ വാങ്ങിയിട്ടുള്ളത് തന്നെ. അതായത് ഒരേ ചാർജ് അല്ല വാങ്ങിയിരിക്കുന്നത്. ചാർജ് അല്ല. ഞങ്ങൾക്ക് എന്തായാലും എനിക്ക് സിംഗിൾ സീറ്റ് 1200, ഡബിൾ സീറ്റ് 1100 വെച്ചാണ് സ്ലീപ്പർ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ആ ബസ്സിൽ യാത്ര സുഖകരമായിരുന്നു? സുഖകരമെന്ന് പറയാൻ പറ്റില്ല, കാരണം അത് പഴഞ്ച ബസ്സാണ്. ഇതൊരു എനിക്ക് തോന്നുന്നു AQ സീരീസിലുള്ള ട്രിവാൻഡ്രത്തെ 01 AQ സീരീസിലുള്ളതാണ്. എനിക്ക് AQ സീരീസിലെ കാറുണ്ടായിരുന്നു, അത് 17 വർഷം പഴക്കമുള്ളതാണ്. ബസ് ജീവനക്കാർ ഉത്തരവാദിത്തം കാണിച്ചില്ല, നമുക്ക് പങ്കെടുക്കേണ്ടുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അതെ അതെ, വളരെ വിഷമമുണ്ട്. പിന്നെ ഇത് ആരുടെയും കയ്യിലല്ലല്ലോ. ഏതെങ്കിലും ബസ് ജീവനക്കാരും ബസ്സിൻ്റെ ഓണേഴ്സും ഉത്തരവാദിത്തം കാണിച്ചില്ല. പരാതി എന്തോ കൊടുത്തോ? ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. അവർക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പരാതി കൊടുക്കാൻ രാത്രി സമയമാണ്, ബസ്സിൽ ഇപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഇതിന് പരാതിയുമായിട്ട് പോകുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് ഇപ്പോഴേ വളരെ വിഷമങ്ങളുണ്ടായി. ഇനി അതിൻ്റെ പുറകെ നടക്കണമല്ലോ. എന്തായാലും ഞങ്ങൾക്ക് ഇത് റീഫണ്ട് കിട്ടണം, അതിന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇവർ പറയുന്നത് കൃത്യസമയത്ത് ബസ് എത്തിയില്ല, അതുകൊണ്ട് പങ്കെടുക്കേണ്ടുന്ന ഒരു ശവദാഹ ചടങ്ങിലടക്കം പങ്കെടുക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലായിരുന്നു. ബസ് റോഡിൽ കുടുങ്ങിയ സമയത്ത് തങ്ങൾ ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് മറ്റേതെങ്കിലും ബസ് പിടിച്ച് വരാമായിരുന്നു, എങ്കിൽ ആ ശവദാഹത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം ഏതായാലും പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബസ് യാത്രക്കാരോട് പല ഇടങ്ങളിൽ നിന്ന് പല തരത്തിലുള്ള ടിക്കറ്റ് ഫെയറാണ് ഈടാക്കിയത്. ചിലരോട് 1200, ചിലരോട് അതിൽ കൂടുതലൊക്കെ ഈടാക്കിയെന്നുള്ള ഒരു ആരോപണം കൂടി വരുന്നു. ഏതായാലും A1 ബസ്സിനെ സംബന്ധിച്ച് അവർക്കെതിരെ പരാതി നൽകും. ടിക്കറ്റ് ഫെയർ തിരിച്ചു തരാൻ റീഫണ്ട് ചെയ്യണം എന്നുള്ള ആവശ്യവുമായി പരാതി നൽകുമെന്നത് തന്നെയാണ് ഈ ബസ്സിലെ യാത്രക്കാർ ഇപ്പോൾ പറയുകയും ചെയ്തത്. കോഴിക്കോട് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളമണിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ.